ഇനി ബംഗളൂരുവിലേക്കാണ്. ബംഗളൂരുവിൽ വീണ്ടും സദാചാര ആക്രമണം. നഗരത്തിലെ ഒരു ഷോപ്പിംഗ് മാളിന് സമീപം ഇരിക്കുകയായിരുന്ന ഹിന്ദു യുവാവിന് മുസ്ലിം യുവതിക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ ബംഗളൂരു പോലീസ് സ്വമേധയാ കേസെടുത്തു. ഇതാണ് ദൃശ്യങ്ങൾ. The recording is there. Girlfriend is telling your phone is recording. You remove my leave my burqa. My leave my burqa. Muslim my leave my burqa. No mister, you come my leave my burqa. Burqa कड़ को जाओ इधर. burqa कड़ के इधर जाना इधर. burqa कड़ को जाना इधर. मतलब क्या नखरे करेंगे इधर खड़िया को हाथ रख ले को तमाशे कर ले को. हाँ बुरखे की इज्जत नहीं है क्या तुम ना. बुरखा कड़ को तुम्हें जाओ जी कांतो भी तुम्हें कांतो भी मरो. हमने क्या जरूरत पड़ी है. बुरखा कड़ को जाओ. കെ ബി ശ്രീധരൻ വിവരങ്ങൾ നൽകും. ശ്രീധരൻ, ഇത് ആരാണ് ഇങ്ങനൊരു അക്രമം നടത്തിയത്, അല്ലെങ്കിൽ യുവാവിന്റെ യുവതിയുടെയും കാര്യങ്ങളിൽ കയറി ഇടപെടിയതെന്ന് വിവരമുണ്ടോ? ഏതെങ്കിലും സംഘടനാ പ്രവർത്തകരാണോ, ആരാണ്? ദിവിഷ്, ഇത് തീവ്ര മുസ്ലിം സംഘടനാ പ്രവർത്തകർ എന്നുള്ളതാണ് പോലീസ് പറയുന്ന വിവരം. ഇത് നോർത്ത് ബംഗളൂരുവിലെ ഭാരതീയ സിറ്റി മാളിന് സമീപത്തു നിന്നാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത്. യുവാവും ഈ യുവതിയും ഈ മാളിന് സമീപം ഉള്ള ഒരു പാർക്കിൽ ഇരിക്കുകയായിരുന്നു. ഇവിടേക്കാണ് ഈ പെൺകുട്ടി ബുർഖ ധരിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടേക്കാണ് ഈ അക്രമി സംഘം അല്ലെങ്കിൽ സദാചാര പോലീസിംഗ് നടത്തുന്ന ഈ സംഘം എത്തി അവരുടെ ദൃശ്യങ്ങൾ പകർത്തുകയും പെൺകുട്ടിയോട് പേര് പറയാനും അതുപോലെ തന്നെ ബുർഖ മാറ്റാനുമൊക്കെ ആവശ്യപ്പെടുന്നത്. അതിൽ അവരെ ചൊടിപ്പിച്ച ഒരു കാര്യം, ഈ ആൺകുട്ടി ഹിന്ദുവും പെൺകുട്ടി മുസ്ലിമുമായതാണ് ഈ വന്ന സംഘത്തെ ചൊടിപ്പിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു. ഇതോടുകൂടിയാണ് പോലീസ് ഈ വിഷയത്തിൽ ഇടപെട്ടത്. സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. ഏതായാലും പരാതി ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഇത് രണ്ടാമത്തെ സംഭവമാണ് ഇത്തരത്തിൽ ഉണ്ടാകുന്നത്. ഇതേ സമാന രീതിയിൽ തന്നെ മുസ്ലിം പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും ഒരു ബൈക്കിൽ ഇരിക്കുന്നതിനെ ചോദ്യം ചെയ്ത് ബംഗളൂരു നഗരത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് നിന്ന് അതിനെ ചോദ്യം ചെയ്ത് ഇതേപോലെ ഒരു സംഘം വന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായി. ഏതായാലും ഏറ്റവും നമുക്ക് ഇവിടുത്തെ ഒരു കാര്യം, ഇതിനു മുൻപ്, അതായത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണെങ്കിൽ ഈ ഹിന്ദു പെൺകുട്ടികളെ മുസ്ലിം യുവാക്കൾ വഴിതെറ്റിക്കുന്നു എന്നായിരുന്നു ആരോപണമെങ്കിൽ ഇപ്പോൾ നേരെ തിരിച്ചുള്ള ഒരു സദാചാര പോലീസിംഗ് ആണ് ഇവിടെ വരുന്നത്. സാധാരണ രീതിയിൽ കാണുന്ന പോലെ ഒന്നിച്ചെന്ന് സംസാരിച്ചു എന്നുള്ളത് മാത്രമല്ല ഇവിടുത്തെ പ്രശ്നമായിട്ട് വരുന്നത്. പോലീസ് ഇപ്പോൾ സ്വമേധയാ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഹിന്ദു യുവാവും മുസ്ലിം യുവതിയും തമ്മിൽ സംസാരിക്കുന്നത് എഴുതി കാണിക്കേണ്ടി വരുന്നതിന് ഒരു ബുദ്ധിമുട്ടാണ്. മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളുടെ അതിരുകൾ ഇങ്ങനെയാണല്ലോ എഴുതുന്നതെന്ന് ഓർത്തത്. ഇനി